അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ റമളാനിൽ പല ആളുകൾക്കുമുള്ളൊരു സംശയമാണ് ഇമാമിനോടൊപ്പം 6, 8, 4 റക്അത്തുകൾ നമസ്കരിക്കുക, പിന്നെ വീട്ടിൽ പോയി സുബഹിക്ക് മുമ്പായോ അർദ്ധരാത്രിയിലോ നമസ്കരിക്കുക, അല്ലെങ്കിൽ 8 റക്അത്ത് ഇമാമിനോടൊപ്പം നമസ്കരിച്ച് അവസാനത്തെ 3 റക്അത്ത് വിത്റാക്കി പിന്നീട് നമസ്കരിക്കുക. ഇത് വ്യാപകമായി നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു ശൈലിയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പഠിപ്പിച്ച ഉപദേശം പരിശോധിച്ചാൽ നമുക്കിപ്രകാരം കാണാൻ കഴിയും. അബൂദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം നസാഇ റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നഹു മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസ്വരിഫ. ഇമാം നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നത് വരെ, അഥവാ നമസ്കാരം പൂർത്തിയാക്കുന്നത് വരെ ഇമാമിനോടൊപ്പം ഒരാൾ ജമാഅത്തായി രാത്രി നമസ്കരിച്ചാൽ കതബല്ലാഹു ലഹു ഖിയാമ ലൈലത്തിൻ, രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ചതിന് തുല്യമാണ്. അപ്പോൾ പ്രതിഫലം കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് വിത്ർ വീട്ടിൽ നമസ്കരിച്ചാൽ പോരെ, അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പ് നിസ്കരിച്ചാൽ പോരെ എന്ന് പറഞ്ഞിട്ട് 8 റക്അത്ത് ഇമാമിനോടൊപ്പവും 3 റക്അത്ത് പോയി പിന്നെ വേറെ നമസ്കരിക്കുകയും ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ട് വലിയൊരു പ്രതിഫലം അവിടെ നഷ്ടപ്പെടുത്തുകയാണ്. ജമാഅത്തിൽ രാത്രി നമസ്കാരം ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ പൂർണ്ണമായും ഇമാമിനോടൊപ്പം പിന്തുടരണം. അതിനാണ് ഈ പറയപ്പെട്ടതിനേക്കാൾ, അഥവാ വിത്ർ വീട്ടിൽ പോയി സുബഹിക്ക് മുമ്പ് നമസ്കരിക്കാം അല്ലെങ്കിൽ അർദ്ധരാത്രി നമസ്കരിക്കാം എന്ന് പറയുന്നതിനേക്കാൾ പ്രതിഫലം കൂടുതലുള്ളത്. കാരണം രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ചതിൻ്റെതായ പ്രതിഫലമുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.